ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ റീഡിംഗ് നോക്കാം. ഗൈഡൻസിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്, ഒരു 3 അനുഗ്രഹങ്ങൾ. 3 ലൈഫിലെ ഒരു എന്താ പറയുക, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന 3 കാര്യങ്ങൾ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ലത് വരുത്താൻ പോണേ എന്നുള്ള ഉദ്ദേശം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു ബ്ലെസ്സിങ് പോലെ അനുഗ്രഹമായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് തരാൻ പോകുന്നത്. ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് വരുന്നത് നമുക്ക് നോക്കാം. ദൈവത്തിനോട് നമുക്ക് ഇത് ഒറാക്കിൾ ഡെക്ക് അല്ല, സോറി ടാരോ അല്ല, ജസ്റ്റ് കാർഡ്സ് എടുക്കുകയാണ് ഞാൻ. ഒറാക്കിൾ മെസ്സേജസ് ആണ് എടുക്കുന്നത്. നമുക്കിതിൽ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആദ്യത്തെ മെസ്സേജ്, ആദ്യത്തെ ഒരു അനുഗ്രഹം എന്ന നിലയിൽ, ഓക്കെ, ഫസ്റ്റ് കാർഡ് ഇത് പറയാം. ഓക്കെ, ആദ്യത്തെ ഇതിനെ കുറിച്ച് തന്നെ നമുക്ക് നോക്കാം അല്ലേ. ആദ്യത്തെ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ കാണുന്നത് എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഒറാക്കിൾ മെസ്സേജ് കൂടി നോക്കിയിട്ട് ഞാൻ പറയാം. യെസ്, ഗുഡ് ഗുഡ്, നൈസ്. ഇവിടെ കാണുന്നത് ഡിസ്പെയർ എന്ന കാർഡാണ്. ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക, വിഷമം, നഷ്ടം, ലോസ് എന്ന രീതിയിലൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും സമയമായിട്ട് ഈ ഇടയിലായാലും എപ്പോഴായാലും ശരി, ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ചില ലോസ് വന്നിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ലോസ് ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, ചിലപ്പോൾ പേഴ്സൺ ആയിരിക്കാം, ഒരു കരിയർ ആയിരിക്കാം, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ലോസ് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അനുഗ്രഹത്തിൻ്റെ പേരിൽ നമ്മൾ പറയുമ്പോൾ പാത്വേ ആണ്. ഒരു പുതിയൊരു വഴിത്തിരിവ് എന്ന് പറയാം, പുതിയൊരു വഴി എന്ന് പറയാം, പുതിയൊരു പാത നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നു എന്ന രീതിയിൽ പറയാം. ഓക്കെ, ഈ വഴി എവിടെ നോക്കിയാലും ഇവിടെ നമ്മൾ മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് വെളിച്ചമുണ്ട് അല്ലേ, വെളിച്ചമുണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, വഴിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഗൈഡ് ഏഞ്ചൽസ് ഉണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ട് എന്ന് പറയാം. സയൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന്, എന്നിട്ട് നടന്നോളൂ മുന്നോട്ട്, കുഴപ്പമില്ല, ഇപ്പോൾ ഈ ഒരു ഫേസ് ആണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് നല്ലത് വരും എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങൾക്കൊരു പുതിയ വഴിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടും, നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരം കിട്ടും. ഇവിടെ അബണ്ടൻസ് എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു അബണ്ടൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് റിബൽ എന്നുണ്ട്. ചില കാര്യങ്ങൾ മേ ബി ഈ ഒരു അബണ്ടൻസ് കിട്ടാൻ വേണ്ടി ക്രിയേറ്റർ എന്നുമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാം. അത് മാത്രമല്ല, എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ക്രിയേറ്റിവിറ്റി ആക്ച്വലി ഇവിടെ ബോട്ടമും ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മേ ബി നിങ്ങൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ അതിനു വേണ്ടി, പക്ഷെ ഒരു റിബൽ എന്ന് പറയുമ്പോൾ നമ്മൾ എതിർത്ത്, മറ്റുള്ളവരെ എതിർത്ത് നമ്മളൊരു ഇതായിട്ട് ചെയ്യുക എന്ന രീതിയിലാണ് പറയുക. ഓക്കെ, എല്ലാവരും ലൈക്ക് പറയും ഇത് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ, പക്ഷെ നമ്മൾ എതിർത്ത് എന്തെങ്കിലും ചെയ്യില്ലേ, അങ്ങനെ റിബൽ എന്ന രീതിയിൽ പറയും. അതിന് മലയാളത്തിൽ എന്താണോ പറയുക. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ ചിലപ്പോൾ തീരുമാനിച്ച് ഇറങ്ങുമായിരിക്കും. ഇല്ല, ഞാൻ ഇത് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നൊരു രീതിയിൽ. ഓക്കെ, പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്കുണ്ട്, സഹായം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് എത്താനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പുറത്ത് വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലെസ്സിങ് നമുക്ക് ഇതായിട്ട് പറയാം. ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, വേറെ കാർഡ്സ് കിട്ടാൻ ശ്രമിക്കാം. ഓക്കെ, ഇനിയൊരു സെക്കൻഡ് ബ്ലെസ്സിങ് എന്ന രീതിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, ഒരു മെസ്സേജ് വരുന്നുണ്ട്. തോട്ട്സ്, ഓക്കെ, പോവർട്ടി, നോട്ടെ. ഓക്കെ, മെസ്സേജ് ആൻഡ് തോട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് എല്ലാവർക്കും എല്ലാം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലവർക്ക് ചിലത് മാത്രമായിരിക്കാം. ഓക്കെ, പൈലല്ല ഇത്, എന്നാലും നമുക്ക് ജസ്റ്റ് അതുപോലെ ഒരു 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അത് പക്ഷെ എല്ലാം നിങ്ങൾക്ക് സംഭവിക്കണമെന്നില്ലല്ലോ, ഒരേ ആൾക്ക് സംഭവിക്കണമെന്നില്ലല്ലോ. ഓക്കെ, വേറെന്താണ് ഇതിന് മാച്ചായിട്ടുണ്ടോ വരുന്ന ടേണിങ് ആൻഡ് മൊമെന്റ് ടു മൊമെന്റ്. ഓക്കെ, ആൻഡ് സ്ട്രെസ് കാണുന്നുണ്ട്. ഓക്കെ, പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ട്രാവലിങ്ങും ഉണ്ട്. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു യാത്രയുടെ കാര്യം വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വരാം.
യാത്രയ്ക്ക് വേണ്ടി ചിലപ്പോൾ വിസ കിട്ടാം, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാം, എന്താ പറയുക, അല്ലെങ്കിൽ പോകാൻ വേണ്ടി ചിലപ്പോൾ ജോലിക്കൊക്കെ പുറത്ത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഫർ വരാം. ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, ഒരു പേഴ്സൺ ഒരു ലേഡിയെ കുറിച്ച്, ഒരു മാൻ ഒരു ലേഡിയെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നതാണ്. സോ മേ ബി റിലേഷൻഷിപ്സിനെ കുറിച്ചായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സൻ്റെ മെസ്സേജ് ഇവിടെ വരുമെന്ന് നമുക്ക് പറയാം. ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സിലായിരുന്നു ഈ കാര്യത്തിനെ കുറിച്ച്. ഓക്കെ, ഒരുപാട് സ്ട്രെസ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ഒരുപാട് ആ സ്ട്രെസ് അടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ വെറുതെ ആണ് എന്ന് പറയില്ലേ, ഓക്കെ, അത് വരും. നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് നടക്കും എന്ന് പറയാം. നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ആദ്യം ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടത് കുറച്ചൊന്ന് നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുക, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു മെഡിറ്റേഷൻ ടൈപ്പാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരുപാട് സ്ട്രെസ് വറി നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഓക്കെ, ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മൈൻഡിലുണ്ട്, അതിനൊന്ന് കാം ഡൗൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് കൂട്ടുമ്പോൾ അത് നെഗറ്റീവിലേക്ക് പോകും. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട്, അതിനെക്കുറിച്ച് ആലോചിക്കുക, എന്താണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, മൊമെന്റ് ടു മൊമെന്റ് ലിവ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് സ്ട്രെസ് അടിക്കുന്നുണ്ട്, അതാണ് മെയിൻ കാര്യം. ഈ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് വരും. അതെന്തിനെ കുറിച്ചായാലും ശരി, നിങ്ങൾക്കൊരു മെസ്സേജ് വരും. പേഴ്സൻ്റെ ആണെങ്കിൽ പേഴ്സൻ്റെ മെസ്സേജ് വരും, ജോലിയുടെ കരിയറിൻ്റെ കാര്യങ്ങൾക്കാണെങ്കിൽ അതിനെക്കുറിച്ച് വരും, വിസയെക്കുറിച്ചാണെങ്കിൽ എന്ത് തന്നെയായാലും ശരി, ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് അതിനെ ആലോചിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ മൊമെന്റ് എൻജോയ് ചെയ്യുക. അത് എപ്പോൾ വരും, മെസ്സേജ് എപ്പോൾ വരും, അല്ലെങ്കിൽ ഇന്ന് വരുമോ നാളെ വരുമോ ഇത്ര ദിവസമായിട്ട് വന്നില്ല, എങ്ങനെ ചിന്തിച്ചിരിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോഴത്തെ മൊമെന്റിനെ നിങ്ങൾ എൻജോയ് ചെയ്യുക. ആൻഡ് പോസിബിലിറ്റീസ് ഉണ്ട് മുൻപിലേക്ക്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഉണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ശരിയായിക്കോളും, വരും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ ചിന്തിക്കാം. ഓക്കെ, നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നെഗറ്റീവ് നടക്കും. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ ഇവിടെ നെഗറ്റീവ് കുറേ ഇത് കാണുന്നുണ്ട്. സോ നിങ്ങൾ ആ ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, നല്ല ചിന്തകളെ കൊണ്ടുവരിക, നല്ല കുറച്ച് പീസ്ഫുൾ ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് ശാന്തമാക്കുക. ആദ്യത്തെ കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഇത് വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മെസ്സേജ് നിങ്ങൾക്ക് വരും. അതാണ് ഇവിടുത്തെ നിങ്ങൾക്ക് വേറെ സെക്കൻഡ് ബ്ലെസ്സിങ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അത് പേഴ്സൻ്റെ ആയാലും ജോലിയുടെ എന്ത് കാര്യത്തിലായാലും ശരി. ഓക്കെ, നിങ്ങൾ പക്ഷെ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് അത് സ്ട്രെസ് അടിച്ച് നെഗറ്റീവ് കയറ്റിയിട്ട് അത് ചിലപ്പോൾ നടക്കാതെ പോകും. അതുകൊണ്ടാണ് വാർണിംഗ് വരുന്നത്. ഉള്ള മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇപ്പോഴത്തെ മൊമെന്റ് എന്താണ് അത് എൻജോയ് ചെയ്യുക. വരാനുള്ളത് പോസിബിലിറ്റീസ് നിങ്ങളുടെ മുമ്പിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ലെറ്റ്സ് സീ, ഒരു അനുഗ്രഹം കൂടി എന്തായിരിക്കും. ഓക്കെ, ഒരു വെൽതി മാൻ കാണുന്നുണ്ട് ആൻഡ് മാരേജ്. ഓക്കെ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കൂടി വരുന്നു എന്ന് പറയുന്നത്, അത് ഒരാൾക്ക് ഈ മൂന്നും പറയാൻ പറ്റില്ല. ചിലവർക്ക് ഫസ്റ്റ് ആയിരിക്കാൻ വരുന്നത്, സെക്കൻഡ് ആയിരിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോൾ തേർഡ് ആയിരിക്കാൻ വരുന്നത്. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മാരേജ് നടക്കാനുള്ള സാധ്യതയാണ്. ആ മാരേജ് ഐ തിങ്ക് നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന പേഴ്സൺ, ഓക്കെ, ഒരു വെൽതി പേഴ്സൺ ആയിരിക്കും. അതിപ്പോൾ മാൻ ആവണമെന്നില്ല, ലേഡിയും ആവാം. ഓക്കെ, പക്ഷെ അത് സാധ്യതകൾ ഐ ഡോണ്ട് നോ, നിങ്ങൾ അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ലേഡി റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. അതായത് റിച്ച് എന്ന് പറയുമ്പോൾ വലിയ റിച്ച് എന്നല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ജോലി, കരിയർ, അവരുടേതായ ഒരു കുറച്ച് പൈസയുള്ള അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മാൻ ആയാലും നിങ്ങൾ നിങ്ങൾ മാരി ചെയ്യുന്ന പേഴ്സൺ വെൽതി ആണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മാരേജിന് ശേഷം നല്ലൊരു വെൽതി സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ്, പണത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ മെയിൻലി കാണുന്നത്. പക്ഷെ അതൊരു മാരേജ് ത്രൂ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ മാരേജ് ചെയ്യുന്ന ആൾ നല്ലൊരു പൊസിഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വറി ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അത് ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിലും, ഇപ്പോൾ സപ്പോസ് പണത്തിനെ കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിലും ഐ തിങ്ക് ഇവിടെ ഒരു മാരേജിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് നല്ലൊരു മാരേജ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാരേജ് ലൈഫ് വരും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒറക്കിൾ മെസ്സേജസ് കൂടി ഞാനൊന്ന് നോക്കാം. ഇതിൽ ഇവിടെ എന്താ വരുന്നത് ഈ സിറ്റുവേഷനിൽ. ഫ്രണ്ട്ലിനെസ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ഗുഡ്. സോറി, വീഡിയോ ഇടയിൽ കട്ടായിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നിന്നതെന്ന് എനിക്കറിയില്ല. ഐ എം സോറി. ഓക്കെ, പക്ഷേ ഈ കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ. ഓക്കെ, ഇത് കണ്ടോ നിങ്ങളെന്ന് അറിയില്ല. എനിവേ ഞാൻ വീണ്ടും അതൊന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ബട്ട് സോറി മിസ്സായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ആദ്യം ഷഫിൾ ചെയ്തെടുക്കാൻ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ഇതിവിടെ ഫ്രണ്ട്ലിനെസ് ഉണ്ട്, പാസ്റ്റ് ലൈഫ്സ് ഉണ്ട് ആൻഡ് പോസ്റ്റ്പോൺമെൻറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മാരേജ്, ഐ തിങ്ക് മാരേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുവരെ നടക്കാതെ മാറി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇവിടെ നല്ലത് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നല്ലൊരു മാരേജ് സിറ്റുവേഷൻ, സ്റ്റേബിൾ ലൈഫ് നിങ്ങളുടെ ആവാൻ പോകുന്നു എന്നാണ്. അത് മേ ബി ഇത്രയും കാലം നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങൾ ശ്രമിച്ചപ്പോഴൊക്കെ അത് നടക്കാതെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത്
നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫായിട്ടാണ്, ആക്ച്വലി ഇതൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഫ്രണ്ട്ലിനെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു നിങ്ങളുടെ ഫ്രണ്ടിനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. നിങ്ങളുടെ ഫ്രണ്ട് മീൻസ് ഓൾറെഡി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും പാർട്ട്ണർ ആവാൻ പോകുന്നത്. അല്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ ലൈക്ക് ലൈഫ് പാർട്ട്ണറുമായിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് നല്ലൊരു രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ആ ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ടാവും എന്ന രീതിയിലാണ്. ശരിക്കും ഇവിടെ ഒരു സോൾമേറ്റ് ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് ഈ പിക്ചർ കാണുമ്പോൾ. സോ നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ തന്നെയാണ് നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വരും, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെയാണ്. സോ ഇവിടെ എനിക്കൊരു മാരേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഇതെല്ലാവർക്കും മാച്ച് ആവില്ലല്ലോ, ചിലവർക്ക്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു മാരേജ് നടക്കാനുള്ള സാധ്യതയാണ്. അതും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾ കുറേ കാലമായിട്ട് ഐ തിങ്ക് അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു, നടക്കുന്നില്ല. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ റിലേഷനിലായിരുന്നെങ്കിൽ നിങ്ങൾ മാരേജിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നുണ്ടാവും, പക്ഷെ മുന്നോട്ട് നടന്നിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ ഇവിടെ അത് ഇനി മുന്നോട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും നല്ല കാര്യം. ഓക്കെ, ഇവിടെ 2-3 ടൈപ്പ് നമ്മൾ ബ്ലെസ്സിങ്സ് പറഞ്ഞു. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. ചിലവർക്ക് ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ലൈഫിൽ അബണ്ടൻസിൻ്റെ കാര്യമായിരിക്കാം, ചിലവർക്ക് ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ കാര്യം. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു മാരേജിൻ്റെ കാര്യം. സോ ഓരോരുത്തർക്കും ഓരോ ബ്ലെസ്സിങ് അറ്റ്ലീസ്റ്റ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നല്ല കാര്യങ്ങൾ വരും നിങ്ങളുടെ ലൈഫിൽ. എന്തായാലും പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. മൈൻഡിൽ നെഗറ്റീവ് ചിന്തകൾ ഒരുപാട് വരാൻ നിങ്ങൾ അനുവദിക്കേണ്ട. നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.